മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ കേരള വിഷൻ്റെ പവലിൽ എത്തിയിട്ടുള്ളത് കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മലപ്പുറം ഏതാ സ്കൂളിൻ്റെ പേര്? MSPHSS. മലപ്പുറം MSPHSSലെ വിദ്യാർത്ഥികളാണ്. നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു നിങ്ങളുടെ തീം? എന്തായിരുന്നു? അടിയന്തരാവസ്ഥയുടെ സമയത്ത് അറനാട് എന്ന് പറഞ്ഞ ഗോത്ര വിഭാഗത്തിനെ ഉദ്യോഗസ്ഥരെ പ്രലോഭിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് വന്ധ്യംകരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എത്ര പേരുണ്ടായിരുന്നു? എത്ര ടീം ഉണ്ടായിരുന്നു? 17 ടീമാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. പൊതുവെ കഥാപ്രസംഗം സബ് ജില്ലയിൽ കോമ്പറ്റീഷൻ കുറവാകുമെങ്കിലും ജില്ലയ്ക്ക് വരുമ്പോൾ നല്ല പ്രിപ്പയർഡ് ആയിട്ടുള്ള ടീമാണ് കൂടുതലും ഉണ്ടാവാറ്. ഇക്കൊല്ലം അതേപോലെ തന്നെ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു നിങ്ങളുടെ ഒരു നമുക്ക് കേരള വിഷന് വേണ്ടി ചെറിയൊരു കഥാപ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് വേണ്ടി. ലോകത്ത് നിലവിൽ 269 പേർ മാത്രം ജീവിച്ചിരിപ്പുള്ള ഒരു ഗോത്ര സമൂഹത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെങ്ങുമല്ല, ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നാടുകാണിയുടെ താഴെ മുളങ്കൂട്ടങ്ങൾ സ്വയം മറന്നുപാടുന്ന ചാലിയാറിന്റെ കരയിലെ ശാന്തസുന്ദരമായ ദേശം ഏറനാട്, അറനാട് എന്ന ആദിവാസി ജനതയുടെ നാട്. മുൻപ് അറനാട് തിങ്ങിപ്പാർത്ത ഇടമായതിനാലാണ് ഇവിടെ ഏറനാട് എന്ന പേര് വന്നതെന്ന് വിദേശ ചരിത്രകാരനായ A.A.D. ലൂയിസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വളപാടണ കാലത്തെ കഥ കേട്ടിട്ടുണ്ടോ? കാടായ കാടെല്ലാം കാടിന്റെ മക്കളുടെ പുഴപാടും ജീവന്റെ തുടിതാളം കേട്ടിട്ടുണ്ടോ? മലഞ്ചെരിവിലെ മീനിന്റെ തെളിവുള്ളൊരു മിഴി പോലെ. കാടിന്റെ നിത്യവന്യതയിലും മലഞ്ചെരിവുകളുടെ സ്വച്ഛതയിലും ചെറുവേട്ടകളുടെ ആനന്ദങ്ങളിലും അവർ സ്വയം മറന്നുപാടി. പച്ചമരുന്നിന്റെ വേര് ചതച്ച് അവർ ഏതു രോഗത്തെയും മറികടന്നു. മാനിഷാദകൾ ഉയരട്ടെ, മൗനം വിട്ടുണരട്ടെ, പുതിയൊരു ആത്മീകമുടയട്ടെ, നവ മാനിഷാദകൾ ഉയരട്ടെ, പുതിയൊരു ആത്മീകമുടയട്ടെ, നവ മാനിഷാദകൾ ഉയരട്ടെ. സഹൃദയ സദസ്സിന് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ. ജലം കൊണ്ട് മുറിവേറ്റ ചൂരൽ മലയുടെ സങ്കടങ്ങൾക്ക് മുന്നിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ സകല സീമകളും നിയന്ത്രിക്കപ്പെട്ട ഇന്ത്യൻ അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട് തികയുന്ന ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നോക്കൂ, കുത്തിയൊലിച്ചലറിയൊഴുകുന്ന ചാലിയ, കരിമ്പാറക്കെട്ടുകളും മരങ്ങളും ശവങ്ങളും ഒന്നിച്ചുരഞ്ഞ് മൃതിഗന്ധമുയരുന്ന ചാലിയ, ഉരുൾപൊട്ടിയെത്തുന്ന ശവങ്ങളുടെ മലവെള്ളപ്പാച്ചിലിടയിലൂടെ അതാ നോക്കൂ, ഒരു വൃത്തൻ തുഴഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? തളർന്ന കൈകളോടെ ഒഴുക്കിനെതിരെ നീന്തി അയാൾ കരയിലേക്ക് അടുക്കുകയാണ്. അലതല്ലുന്ന ശവങ്ങളുടെ കയ്യും കഴുത്തും ചത്ത കിനാവുകളും ഉടമുണ്ടിൽ വാരിക്കിട്ടി അയാൾ കരയിലേക്ക് വേച്ചു വേച്ചു കയറുകയാണ്. ഓടിവന്ന നാട്ടുകാർക്കു നേരെ ആ ഭാണ്ഡം നീട്ടിയതും അയാൾ ബോധമറ്റ് നിലത്തേക്ക് പതിച്ചു. അയ്യോ മാരൻ! നാട്ടുകാരെല്ലാം ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ബോധം തെളിയുമ്പോൾ ആശുപത്രി കിടക്കയിൽ വെച്ച് കൈഞ്ഞരമ്പുകളിൽ തലോടിക്കൊണ്ട് സിസ്റ്റർ ചോദിച്ചു, മാമ കൂടെ ആരുമില്ലേ? മക്കളെ ഒന്നും വിവരം അറിയിച്ചില്ലേ? മക്കളോ? അറനാടിന് മക്കളോ? എന്റെ മക്കളെയൊക്കെ നിങ്ങള് ജില്ലേ ചോപ്പം കൊണ്ടാ മുഖം വിറച്ചു, ഉള്ളിലെ തീയാകെ വെന്തു പൊങ്ങി, ഒരു കാട്ടുതീ സ്വന്തം നെഞ്ചിലേറ്റി, ആ വൃദ്ധ സ്മരണകൾ നിന്നു തേങ്ങി, ഉള്ളിലെ കാട്ടുതീ നൊന്തുമീറി. പ്രിയരെ, ദി ലാസ്റ്റ് പേജ് എന്ന സുപ്രസിദ്ധ ഇന്ത്യൻ ഡോക്യുമെന്ററിയെ അധികരിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ ഒടുവിലത്തെ താൾ. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ.